241 പേരുടെ മരണമാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 204 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങളും 11 പേരുൾപ്പെടെ ഉള്ള വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 159 ഇന്ത്യൻ വംശജരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ വിമാനം പറന്നു ഉയർന്ന ഉടൻ തന്നെ എഞ്ചിൻ സംബന്ധമായ തകരാറുണ്ടാവുകയും വിമാനം താഴേക്ക് പതിക്കുകയുമായിരുന്നു. ഏകദേശം 625 അടിക്ക് മുകളിൽ നിന്നാണ് വിമാനം താഴേക്ക് പതിക്കുന്നത്. വിമാനം വലിയൊരു തീഗോളമായിട്ട് ഒരു വലിയ എക്സ്പോഷൻ ഉണ്ടായ ശേഷം വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. അതാണ് ഈ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വീഴുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. 6 നില കെട്ടിടം, നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ അല്പസമയം മുമ്പ് കണ്ടതാണ്. 6 നില കെട്ടിടം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതായത് ഈ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ വിമാന ദുരന്തം, ഇപ്പോൾ ഈ അപകട സ്ഥലം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയുള്ള കൂടുതൽ പരിശോധനയിലും അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ പരിശോധനയിലുമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. എന്തായാലും DGCയുടെ ഭാഗത്തുനിന്നും വ്യോമയാന മന്ത്രാലയത്തിന്റെ ചില പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നൊക്കെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളും നാളെ പ്രത്യേക സംഘത്തെ അയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വെളിവാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണമാണ് ഇനിയിപ്പോൾ നടക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി വിദഗ്ധ സംഘത്തെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 1 കോടി രൂപയാണ് ടാറ്റ ഇപ്പോൾ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്ക് പറ്റിയവരുടെ മുഴുവൻ ആശുപത്രി ചെലവും തങ്ങൾ വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ അപകടത്തിൽ തകർന്നുപോയ ഹോസ്റ്റൽ അത് രണ്ടും പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇന്ന് 1:38 ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ അല്ലെങ്കിൽ ലോകത്തെ നടുക്കിയ ഏറ്റവും വലിയൊരു വിമാന ദുരന്തമായിട്ടാണ് ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. വിവിധ ഏജൻസികളുടെ ഭാഗത്തുനിന്നുള്ള സമാന്തരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യോമയാന രംഗത്തുണ്ടായ ഏറ്റവും വലിയൊരു അപകടമായ സ്ഥിതിക്ക് ഇതിന് എന്താണ് മൂല കാരണം എന്നുള്ളത് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടത് ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെങ്കിൽ മാത്രമാണ്. അത് ലഭിച്ചിട്ടായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുക.